കോട്ടയം ജില്ലയിലെ വെച്ചൂർ ഗ്രാമം ഇന്ന് ലോകപ്രശസ്തമാണ്. വെച്ചൂരിനെ ലോകപ്രശസ്തമാക്കിയത് നമുക്കെല്ലാം സുപരിചിതമായ വെച്ചൂർ പശുവാണ്. ഒരു കാലത്ത് വംശനാശ ഭീഷണി നേരിട്ട വെച്ചൂർ പശുവിനെ തിരികെ കൊണ്ടുവന്നത് ഡോക്ടർ ശോശാമ ഐപ്പ് എന്ന ഒരു വെറ്റിനറി ഡോക്ടറാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ശോശാമ ഐപ്പാണ്. മാഡം വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റിൻ്റെ സ്ഥാപകയും അതിൻ്റെ നടത്തിപ്പുകാരിയുമാണ്. സ്വാഗതം മാഡം. വെച്ചൂർ പശുവിൻ്റെ കൺസർവേഷൻ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഐതിഹാസികമായ ഒരു കാര്യം തന്നെയായിരുന്നു. എങ്ങനെയാണ് അതിന് തുടക്കമുണ്ടത്? വാസ്തവത്തിൽ ഇന്ന് വെച്ചൂർ പശു സംരക്ഷണത്തിൻ്റെ 25 വർഷം തികഞ്ഞ ഈ വർഷത്തിൽ, രജത ജൂബിലി വർഷത്തിൽ, ദൂരദർശൻ പ്രേക്ഷകരുമായിട്ട് ഈ സംരക്ഷണത്തെപ്പറ്റി, പൊതുവെ നാടൻ പശു സംരക്ഷണത്തെപ്പറ്റി അല്പം കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഒരവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വെച്ചൂർ പശുവിൻ്റെ ഇപ്പം ചോദിച്ചതുപോലെ വെച്ചൂർ പശുവിൻ്റെ ഈ സംരക്ഷണം തുടങ്ങിയിട്ട് 25 വർഷമായി. അത് തുടങ്ങാനുള്ള സാഹചര്യം എന്ത്, കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നേരത്തെ ഒരു 60-70 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നാടൻ പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പാലുൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് ഈ റെഡ് സിൻഡി പശുക്കൾ, കാളകളെ ഇവിടെ കൊണ്ടുവരികയും ഇവിടുത്തെ പശുക്കളുമായി ഇണചേർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു 60കളിലാണ് വിദേശ ജനുസുകളെ ഇവിടെ കൊണ്ടുവന്നത്. ഈ വിദേശ ജനുസുകളെ ഇവിടെ കൊണ്ടുവന്ന് ഒരുപാട് നമ്മുടെ പശുക്കളുമായിട്ട് ചേർത്ത് ക്രോസ് ബ്രീഡ് ചെയ്ത് അതിൻ്റെ ധാരാളം സങ്കരവർഗ കിടാക്കളുണ്ടായി. പാലുൽപാദനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതിന് ഇത് അങ്ങനെ വന്നപ്പോൾ ഈ നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ നയമെന്ന് പറയുന്നത് മുഴുവൻ പശുക്കളെയും, നാടൻ പശുക്കളെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുക, സങ്കരവർഗ്ഗങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തുക. ഇവിടെയുള്ള നാടൻ പശുക്കൾ ഒന്നുപോലും നിലനിൽക്കണമെന്നുള്ള ഒരു ചിന്തയില്ലാത്ത വിധത്തിൽ ആണ് അത് മുമ്പോട്ട് പോയത്. വാസ്തവത്തിൽ ഉദ്ദേശം നല്ലതായിരുന്നു, ഇവിടെ പാലുൽപാദനം കൂട്ടുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനിടയിൽ മറന്നുപോയ ഒരു കാര്യം, നാടൻ പശുവിനെ മുഴുവനായിട്ട് രൂപാന്തരപ്പെടുത്തുക എന്നുള്ള ഒരു പ്രശ്നം അതിലുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഈ ലൈഫ് സ്റ്റോക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടുണ്ട്. അതിന് പ്രകാരം നമുക്ക് നാടൻ കാളകളെ നിർത്താൻ സാധിക്കുകയില്ല. ഈ സെമൻ ഉപയോഗിച്ച് ക്രോസ് ബ്രീഡ് ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു പശുക്കൾ പോലും ഇല്ല എന്ന് വരുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു അവസരത്തിലാണ് അന്ന് ഞാൻ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയായിരുന്നു, വെറ്റിനറി കോളേജിൽ. അന്ന് കുറച്ച് വിദ്യാർത്ഥികളും ഞാനും ഒക്കെ കൂടിയിട്ട് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തിട്ട്, എവിടെയെങ്കിലും വെച്ചൂർ പശുക്കളുണ്ടോ, വംശനാശം വന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. ആ വിധത്തിലാണ് ഇതിൻ്റെ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും എല്ലാം പോയിരുന്നത്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് അപ്പോൾ ഒരു സംഘം വിദ്യാർത്ഥികൾ വന്നു. അത് അനിൽ സക്കറിയ എന്നുള്ള അന്നത്തെ വിദ്യാർത്ഥി, ഇന്ന് അദ്ദേഹം വയനാട്ടിലൊരു സീനിയർ ഓഫീസറാണ്. ഈ അനിൽ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വിദ്യാർത്ഥികളും കൂടി വന്നു. അപ്പോൾ അങ്ങനെ തെരച്ചിൽ, വെച്ചൂർ പശു എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള തെരച്ചിൽ തുടങ്ങി. ഈ തെരച്ചിൽ തുടങ്ങി ആദ്യം വെച്ചൂർ പോയി നോക്കി, അതുപോലെ സമീപ പ്രദേശങ്ങളിലെല്ലാം നോക്കി, കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം പോയി നോക്കി. അവിടെ ചില ആളുകളൊക്കെ നമ്മുടെ സഹായത്തിന് വന്നു. അതായത് ആ നാട്ടിലുണ്ടായിരുന്ന ചില ആളുകളൊക്കെ അന്ന് കുറച്ച് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചപ്പം കുറേ ആഴ്ചകൾ, മാസങ്ങൾക്ക് നീണ്ടു നിന്ന അന്വേഷണത്തിൽ ഒരു പശുവിനെ കണ്ടുകിട്ടി. ഇവിടെ നിന്നാണ് പശുവിനെ കിട്ടിയത്. അത് ഈ വെച്ചൂർ തന്നെ, പഴയ വെച്ചൂരാണ്, ഉല്ലല എന്ന് പറയുന്ന സ്ഥലത്ത് മനോഹരൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് ഒരു പശുവിനെ. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അതായത് വംശനാശം വന്നുപോയി എന്ന് വിശ്വസിച്ചിരുന്നതായിട്ടുള്ള കാലത്ത് ഒരു വെച്ചൂർ പശുവിനെ കാണുക എന്ന് പറയുന്നത് അതൊരു ഒരു വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ പോയ കുട്ടികൾക്കും അതിനുശേഷം അവരാണ് എന്നോട് ഓടി വന്ന് പറയുന്നത് ഒരു പശുവിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വന്ന് പറയുന്നത്. അത് ഞങ്ങൾക്കൊരു പറഞ്ഞാൽ ഒരു വലിയ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്. അങ്ങനെ അതിനെ കണ്ടു. പിന്നെ കുറേ കൂടെ തിരഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയി ഒരുപാട് തിരഞ്ഞപ്പം അവിടെ ഇവിടെയൊക്കെ ഓരോ പശുവിനെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്കൊരു 4 പശുക്കളെ കണ്ടു.
ഒരു കാള അത്ര നല്ല കാളയൊന്നുമല്ല, എങ്കിലും കാള വേണമല്ലോ. അങ്ങനെ ഒരു കാള, അതൊരു മുക്കാലും വെച്ചൂരെന്ന് പറയാവുന്ന ഒരു കാളയെ കിട്ടി. ശരിക്കുള്ള ഒരു വെച്ചൂർ കാളയല്ല. അങ്ങനെ എല്ലാം കൂടെ അതിൻ്റെ കിടാക്കളും എല്ലാം കൂടെ ഒരെട്ടെണ്ണത്തിന് വെച്ചിട്ടാണ് ആദ്യമായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ വെറ്ററിനറി കോളേജിൽ ഒരു യൂണിറ്റ് തുടങ്ങുന്നത്. യൂണിറ്റ്, ഒരു കൺസർവേഷൻ യൂണിറ്റ് നമ്മൾ തുടങ്ങുന്നത്. അതിന് അന്ന് സഹായിച്ചത്, അന്ന് അവിടെ ഡീനായിരുന്ന ഒരു ഡോക്ടർ കൈമൾ ഉണ്ടായിരുന്നു, രാധാകൃഷ്ണ കൈമൾ. അദ്ദേഹം സഹായിച്ചു. അതുപോലെ തന്നെ അന്നത്തെ ഡീനായിരുന്ന ഡോക്ടർ സൈലസ്, ഇവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇതൊന്ന് തുടങ്ങാനായിട്ട് സാധിച്ചത്. ഇത് നമ്മളിവിടെ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ, ഇത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംരംഭം ഉണ്ടായിരുന്നില്ല നേരത്തെ. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായിരുന്ന ഡോക്ടർ ആചാര്യയോട് ഞാൻ ഡൽഹിയിലൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ ഈ വിവരമൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് നല്ലൊരു പ്രോത്സാഹനം നൽകി. ആ ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്പെഷ്യൽ പവേഴ്സ് ഉപയോഗിച്ച് ഞാൻ 1,00,000 രൂപ നിങ്ങൾക്ക് തരികയാണ്. അതിനുശേഷം നിങ്ങൾക്ക് സ്കീം എഴുതിയിട്ട് അപ്പോൾ ആ പൈസ കുറയ്ക്കും അതിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണ് ആദ്യത്തെ ഒരു വലിയൊരു പ്രോത്സാഹനം കിട്ടിയത്. ഒരു ദേശീയ, അതെ, അങ്ങനെയാണ് അത് തുടങ്ങാനായിട്ട് സാധിച്ചത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടുകാർക്കെല്ലാം വെച്ചൂർ പശുവിനെ പറ്റി അറിയാം. എവിടെ കാർഷിക എക്സിബിഷനുകളിൽ പോയാലും ഈ വെച്ചൂർ പശുവിനെ നമുക്ക് കാണാം. ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാർ ഈ വെച്ചൂർ പശുവിനെ വളർത്താൻ താല്പര്യമായി മുന്നോട്ട് വരുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? ഈ വെച്ചൂർ പശുവിൻ്റെ ചില സവിശേഷതകൾ തന്നെയാണ് ഇതിന് കാരണം. ഒന്നാമത്തെ കാര്യം, ഈ സവിശേഷതകൾ പറയുന്നതിന് മുമ്പ് പറഞ്ഞാൽ, ഒന്നാമത് വളരെ ചുരുക്കമായിട്ടല്ലേ ഇത് കാണപ്പെടുന്നുള്ളൂ, അപൂർവമാണ്, വളരെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപൂർവ വസ്തുവിനെ ലഭിക്കുക എന്നുള്ള ഒരു ഫാൻസി അതും ഉണ്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത്. പക്ഷേ അതിലൊക്കെ അതൊന്നും അല്ലാതെ ഈ വെച്ചൂർ പശുവിൻ്റെ ഗുണങ്ങൾ, അപ്പോൾ നേരത്തെ തന്നെ പരക്കെ വിശ്വസിച്ചിരുന്നതായിട്ടൊരു കാര്യമുണ്ട്. അതായത് ഇതിൻ്റെ പാലിന് ഔഷധ ഗുണമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആയുർവേദ വൈദ്യന്മാരൊക്കെ തന്നെ അന്ന് പറഞ്ഞിരുന്നത്, പല മരുന്നുകൾ ഉണ്ടാക്കാനും അതുപോലെ കണ്ണിലെ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റാനും ഒക്കെ വെച്ചൂർ പശുവിൻ്റെ പാല് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കായാലും രോഗത്തിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളായാലും ഒരു കൺവാലസൻറ്റ് സ്റ്റേജിലുള്ള ആളുകൾക്കുമൊക്കെ ഇത് വളരെ നല്ലതാണ്, പെട്ടെന്ന് ദഹിക്കുന്നതാണ്. അങ്ങനെ അതായത് അതിൻ്റെ ഔഷധ ഗുണത്തെപ്പറ്റി അന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളിതിനെ കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ ചില ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി. അതിൽ ആദ്യത്തെ പഠനം നടത്തിയത് എൻ്റെ ഒരു PG സ്റ്റുഡൻ്റാണ്, MSc പഠിച്ചുകൊണ്ടിരുന്ന തിരുപ്പതി വെങ്കടാചലപതി എന്ന് പറയുന്ന ഒരാളാണ് അത് പഠിച്ചത്. അദ്ദേഹം അതിൻ്റെ പാലിലായിരുന്നു പഠനങ്ങൾ നടത്തി. അന്ന് കണ്ടത്, പാലിലെ കൊഴുപ്പിൻ്റെ കണികകൾ മറ്റ് പശുക്കളുണ്ടല്ലോ, ഈ ക്രോസ് ബ്രെഡ് പശുക്കളുടെ അതിനേക്കാൾ വളരെ ചെറുതാണ് എന്ന്. അപ്പോൾ കൊഴുപ്പിൻ്റെ കണികകൾ വളരെ ചെറുതാണ് എന്ന് പറയുമ്പോൾ ദഹിക്കാൻ വളരെ എളുപ്പമുണ്ടെന്നാണ്. അപ്പം അതൊരു നേരത്തെയുള്ള വിശ്വാസങ്ങൾ, ആയുർവേദ വൈദ്യന്മാർ നമ്മളോട് പറഞ്ഞിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ നമ്മളൊന്ന് ഒരു സയൻറ്റിഫിക്കായിട്ട് വിശകലനം ചെയ്ത് അത് തെളിയിക്കായിരുന്നു. പിന്നീട് ചില പഠനങ്ങളൊക്കെ നടന്നു. അതിനകത്താണ് നമ്മൾ ധാരാളം ഇപ്പോൾ കേട്ട് കാണുമല്ലോ, അതായത് ഈ ബീറ്റ കേസിൻ, A2 ബീറ്റ കേസിൻ ഉണ്ട്. അപ്പോൾ A1 ബീറ്റ കേസിനാണ് ഈ ഹോൾസ്റ്റീനും ഒക്കെ ഉള്ളത്, ഹോൾസ്റ്റീൻ പശുവിനും ഒക്കെ ഉള്ളത്. അത് A2വിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ദോഷകരമായിട്ടുള്ളതാണ് എന്നാണ് കാണുന്നത്. A2 കുറച്ചുകൂടെ ഗുണകരമായിട്ടുള്ളതുമാണ്. ഈ പല രോഗങ്ങളും ഈ A1 ബീറ്റ കേസിൻ അതിനെ എന്താ പറയുക, ട്രിഗർ ചെയ്യുന്നെന്നാണ് പറയുന്നത്. അതേസമയം A2വിനാണെങ്കിൽ ആ ദോഷമില്ല. അപ്പോൾ A2 ഉള്ള പാലാണ് ഈ വെച്ചൂർ പശുവിൻ്റെ. അത് വെച്ചൂർ പശുവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല, കാസർഗോഡ് പശുവിനായാലും നമ്മുടെ മറ്റ് നാടൻ പശുക്കൾക്കായാലും ഇന്ത്യയിലെ മറ്റ് പശുക്കൾക്കും ആടിനും ഒക്കെ തന്നെ ഉള്ളതാണ് ഈ A2. പക്ഷേ ഒരു കാര്യം, ഹോൾസ്റ്റീൻ അല്ലെങ്കിൽ മറ്റു വിദേശ ജനുസുകളിൽ A1 ഉള്ളിടത്ത് ഇതിന് A2 ഉണ്ട് എന്നുള്ളത് നല്ലതാണ്. എത്രത്തോളം വെച്ചൂർ പശുക്കൾ കേരളത്തിൽ ഉണ്ടാകും? അന്ന് നമുക്ക് എല്ലാം കൂടെ ആ ഒരു ഫൗണ്ടേഷൻ സ്റ്റോക്ക് അല്ലെങ്കിൽ തുടക്കത്തിൽ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു 3 ഡസനിൽ താഴെ, ഒരു 30 ഒക്കെയാണ് അന്ന് കിട്ടിയത്. ഇന്ന് നമുക്ക് അത് അവിടെ വർദ്ധിച്ചു. കുറേ കാലം യൂണിവേഴ്സിറ്റി തന്നെ അത് വർദ്ധിക്കുകയും അതിനുശേഷം നമ്മൾ ഒരു 10 വർഷം കൊണ്ട് ഇതിനെ കർഷകർക്ക് കുറേശ്ശെയായിട്ട് കൊടുക്കാനും തുടങ്ങി. അവിടെ അത് വർദ്ധിച്ചു. അപ്പോൾ ഇവിടുന്ന് ഈ സെമൻ ബീജം നമ്മൾ ഈ ക്രോസ് ബ്രീഡ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ഈ ബീജം അവിടെ കൊടുത്തു തുടങ്ങി.
അതെങ്ങനെ ലൈഫ് സ്റ്റോക്ക് സിസ്റ്റം വഴി തന്നെയാണോ കൊടുക്കുന്നത്? നമ്മുടെ അല്ല, അത് അന്ന് കൊടുത്തിരുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുത്തു, നേരിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുത്തു. പക്ഷേ അകലെ കൊണ്ടുപോയവർക്ക് ഒന്നും ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന് വാങ്ങിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റ് എന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അതിന് മുമ്പ് അതൊരു അസോസിയേഷനായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായിട്ട് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു ട്രസ്റ്റ് വളരെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ വളരെ ആവശ്യമാണ്. ഒരു NGO ആണ്. അതെ, ഒരു NGO ആണ്. ഞാനത് യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു മുൻകൈ എടുത്ത് തുടങ്ങിയ ഒന്നാണ് ഈ വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റ് എന്ന് പറയുന്നത്. കാരണം പല കാരണങ്ങൾ കൊണ്ടും അത് ആവശ്യമായിട്ട് വന്നു. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം, കൃഷിക്കാരുടെ താല്പര്യം അനുസരിച്ചായിരിക്കണമെന്നില്ല എല്ലാ സമയത്തും. അതുകൊണ്ട് ഈ ആവശ്യങ്ങൾ, അവകാശങ്ങൾ പരിരക്ഷിക്കാനായിട്ട് ഒരു ട്രസ്റ്റ് നമുക്ക് ആവശ്യമാണെന്നുള്ള ഒരു തോന്നൽ ബലപ്പെട്ടു. മാത്രമല്ല മറ്റു ചില സംഭവങ്ങളും ഉണ്ടായി. അവിടെ സംരക്ഷണത്തിൻ്റെ താല്പര്യങ്ങളാണോ അവിടെ നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ അതിനാണ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ഈ ട്രസ്റ്റിൻ്റെ വകയായിട്ട് ഒരു ജംബ്ലാസം സെൻറ്റർ, അതായത് പശുവും കുറച്ച് കാളകളും ഒക്കെ ആയിട്ടുള്ള ഒരു സെൻറ്റർ, അതെ, അവിടെ സംരക്ഷിക്കും. അത് തുടങ്ങിയത് ഏറ്റുമാനൂരിനടുത്ത് നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അത് ഏറെക്കുറെ ഈ വെച്ചൂർ പശുവിൻ്റെ ബ്രീഡിംഗ് ട്രാക്ട് എന്ന് നമ്മൾ പറയുമല്ലോ, അതിൻ്റെ ഉത്ഭവ സ്ഥലത്ത് വെച്ചൂരിനടുത്ത്, അതിനോടടുത്ത്, അതെ, അവിടെ തന്നെ ഇത് തുടങ്ങി. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള ആവശ്യമായിട്ടുള്ള ഈ വെച്ചൂരിൻ്റെ ബീജം അവിടെ നിന്ന് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ബീജം അവിടെയൊക്കെ കൊടുക്കുകയും അവിടെയൊക്കെ ഇതിൻ്റെ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ കുറേയേറെ വർദ്ധിച്ചു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ വർഷവും കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കർഷകരുടെ കയ്യിലുള്ള പശുക്കളും പ്രസവിച്ച് അവരും കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു വർധനവുണ്ടായി. ഇപ്പോൾ ഇത് കർഷകർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക്, വീട്ടിൽ നിൽക്കുന്ന ജോലിയില്ലാത്ത വീട്ടമ്മമാർക്ക് അവർക്ക് കൊണ്ടു നടന്ന് മേയ്ക്കാനും സ്വന്തമായിട്ട് കറക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഇനമാണ്. മാത്രമല്ല ഇതിന് രോഗസാധ്യതയും വളരെ കുറവാണെന്ന് തോന്നുന്നു. അതാണ് ഇതിൻ്റെ വലിയൊരു മെച്ചം. കാരണം വളരെ ചെറിയ പശുവാണ്, തീറ്റ കുറച്ച് മതി, അതൊരു വലിയ മെച്ചമാണ്. പിന്നെ നമ്മൾ മറ്റു തീറ്റകളുണ്ടല്ലോ, ഗുരുത്വാഹാരം എന്നൊക്കെ പറഞ്ഞ് മറ്റ് എന്തെങ്കിലും ഈ പെല്ലറ്റ് തീറ്റി അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റ്സ്, അതൊന്നും അതിനധികം കൊടുക്കണ്ട. നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയുള്ള പുല്ല് മാത്രം മതി. ആ പുല്ല് തിന്ന് ഇതിനെ നമുക്ക് കറന്ന് പാലെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പുല്ല് മാത്രം തിന്നുന്ന പശുവിൻ്റെ പാലിന് വളരെ ഗുണമുണ്ട്. അത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് കുടിക്കുന്ന ആളുകളുടെ. അതൊക്കെ വലിയ ഗവേഷണങ്ങൾ ഇപ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ വെച്ചൂർ പശു ആയാലും കാസർഗോഡ് പശു ആയാലും ഈ പുല്ല് മാത്രം തിന്നുകയും കോൺസെൻട്രേറ്റ്സ് കുറച്ച് കൊടുക്കുകയും ചെയ്യുമ്പം അത് നമുക്കൊരു പാല് നന്നായിരിക്കും, നമുക്കതിനകത്ത് ചിലവ് കുറയുന്നു. പിന്നെ ഈ പശുക്കൾക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതലുണ്ട്. ചില രോഗങ്ങളുടെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ നമ്മുടെ കുളമ്പ് രോഗം, ഇപ്പോൾ ഒരുവിധം എല്ലാ വർഷവും തന്നെ ഈ കുളമ്പ് രോഗം വരുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് എത്ര ഭീമമായ നഷ്ടമാണ് ഈ കുളമ്പ് രോഗം കൊണ്ട് കർഷകർക്ക് ഉണ്ടാകുന്നതെന്ന്. വളരെ വളരെ കഷ്ടതരമായിട്ടുള്ള ഒരു കാര്യമാണ്. പശുവിനെ അത് ബാധിക്കില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷവും ഇതിനു മുമ്പിലത്തെ വർഷങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടത് ഈ പശുക്കളെ അത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫാമിൽ അന്ന് അവിടെ ഒരു 10-70 എണ്ണം നിപ്പുള്ള സമയത്ത് അപ്പുറത്തെ ഈ സങ്കരവർഗ പശുക്കളുടെ ഫാമിൽ വലിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി. ആ സമയത്ത് ഇത് തൊട്ടാണ് നിൽക്കുന്നത്, അപ്പുറം ഇപ്പുറമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഞങ്ങൾ എന്നിട്ട് അന്നൊക്കെ പോയിട്ട് ഉപ്പുള്ളതിൻ്റെ കുളമ്പിൻ്റെ അവിടെ ഒഴിച്ചു നോക്കും, എങ്ങനെ ഇതിന് വന്നിട്ടുണ്ടോ, നമുക്ക് ഭയമാണ് അതിനെപ്പറ്റി. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു ഒരു 1-2 എണ്ണത്തിനൊക്കെ ഇച്ചിരി കാലിങ്ങനെ പുറകോട്ട് വലിക്കുന്നതായിട്ടുള്ള ഒരു ഇത് കണ്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു 70 പശുക്കളിൽ ഒരു 6 എണ്ണത്തിന് ചെറിയ തോതിൽ, അത് പക്ഷെ നമുക്കറിയാനില്ല, കാല് പൊട്ടിയെന്ന് പോലും അത്രയ്ക്ക് അറിയാനില്ല. ഏതായാലും അത് പെട്ടെന്ന് മാറുകയും ചെയ്തു. മറ്റു വേറെ യാതൊരു ലക്ഷണങ്ങളും അത് കാണിച്ചില്ല. അപ്പം അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട കാര്യം, ഈ കുളമ്പ് രോഗത്തിന് നല്ല പ്രതിരോധ ശക്തി ഈ നാടൻ ഇനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ ഈ കഴിഞ്ഞ വർഷം തന്നെ ഒരു സ്ഥലത്തും ഒരു കാസർഗോഡ് പശുവോ വെച്ചൂർ പശുവോ കുളമ്പ് രോഗം പിടിച്ച് ചത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഇതിന് ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് ഡിമാൻഡ് ഉണ്ടെന്ന് കേൾക്കുന്നു, ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി താല്പര്യം കാണിക്കുന്നു. ഇവർക്കൊക്കെ കൊടുക്കാൻ ആവശ്യമായ കിടാരികൾ ലഭ്യമാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തുടങ്ങിയത് 8 എണ്ണം വെച്ച് തുടങ്ങിയതാണ്. പിന്നെ നമുക്ക് ഈ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കണം എന്ന് വെച്ചാൽ ഈ പശു ഒന്ന് പ്രസവിച്ച്
കുട്ടികളായി കിട്ടണമല്ലോ. അതിൽ പകുതി പശുക്കിടാവും പകുതി കാളക്കിടാവും. കാളക്കിട അവനെ ആർക്കും വേണ്ട. പിന്നെ ഈ പശുക്കിടാക്കളാണുള്ളത്. അപ്പം ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഞങ്ങൾ ഒരു സമയത്ത് ഇതിനെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് നോക്കി, ഭ്രൂണമാറ്റം. അന്നത് മിൽമയുടെ സഹകരണത്തോടു കൂടിയാണ് ചെയ്തത്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ അന്ന് കണ്ടത്, നമ്മൾ വിചാരിക്കുന്ന അത്ര കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല. വളരെ ചെലവ് ഏറിയതും വളരെ പ്രയാസമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ ഭ്രൂണമാറ്റം എന്ന് പറയുന്നത്. അത്രയും നമ്മൾ ചിലവാക്കുകയും സമയമൊക്കെ ഇതിന് ചിലവാക്കുകയും ഒക്കെ ചെയ്താലും നമുക്ക് വിചാരിക്കുന്നത് പോലെ കുട്ടികളെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? അതിൻ്റെ നാച്ചുറലായിട്ടുള്ള വിധത്തിൽ അത് പ്രസവിക്കുകയാണ് നല്ലതെന്നാണ് എനിക്കന്ന് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ലഭ്യത കുറവാണ്. ലിമിറ്റഡാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം ഒരു ഇനത്തിലും പെടാത്ത, അതായത് കാസർഗോഡ് പശുവാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ കാസർഗോഡ് പുള്ളിനെ കൊണ്ട് തന്നെ അല്ല അതിൻ്റെ ബീജം ഉപയോഗിക്കണം. നമുക്ക് വേറൊരു ഇനമുണ്ട്, ചെറുവള്ളി പശുവാണെങ്കിൽ ചെറുവള്ളിയുടെ ബുള്ളിനെ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അത് കോട്ടയം ജില്ലയിലെ ഈ ചെറുവള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കാണപ്പെടുന്നതാണ്. കാസർഗോഡ് മറ്റേ വടക്ക് ഭാഗത്തുനിന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നാടൻ പശുക്കൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അതിനൊന്നും ഒരു പ്രാദേശിക നാമമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം ശേഷിക്കുന്നു. പിന്നെ കാസർഗോഡ് പശുവിന് ഒരു പ്രാദേശിക നാമം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബലമുള്ളൂ. അതുകൊണ്ട് കാസർഗോഡ് പശു എന്നൊരു പേര് അന്ന്, അതായത് 1990 അതിൻ്റെ സംരക്ഷണം തുടങ്ങുന്നത്. വെച്ചൂർ പശുവിനെ തുടങ്ങി ഒരു കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ കാസർഗോഡിൻ്റെ സംരക്ഷണം തുടങ്ങി. അന്ന് അതിനൊരു പേരങ്ങ് കൊടുത്തു, കാസർഗോഡ് പശു എന്ന്. ഏതായാലും ആ പേരങ്ങ് സ്ഥിരപ്പെട്ടു. ഇന്നും അതൊരു നല്ല പേരായിട്ടൊരു നമ്മൾ പറയത്തില്ലേ, ആ ഒരു ജിയോഗ്രാഫിക് പേരായിട്ട് അതെ, അങ്ങനെ ഒരു പേര്. ട്രസ്റ്റിന് മറ്റൊരുപാട് മൃഗങ്ങളെ കൺസർവ് ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷികളെയും ഒക്കെ ഉണ്ടെന്ന്. താറാവുണ്ട്. നമ്മളതിൽ നമ്മളൊരു താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം ട്രസ്റ്റിന് ചെയ്യാനൊന്നും പറ്റുകയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പം താറാവിൻ്റെ കാര്യം പറഞ്ഞാൽ, താറാവ് വലിയ കുട്ടനാടൻ താറാവുകളുണ്ട്. അതിനു വേണ്ടിയിട്ട് അധികം ഒന്നും ചെയ്യാനായിട്ട് ട്രസ്റ്റിന് സാധിച്ചിട്ടില്ല. അതേസമയം അത് അങ്കമാലി പന്നികളുണ്ട്. അങ്കമാലി പന്നികൾക്ക് ഒരല്പം പ്രോത്സാഹനം കൊടുക്കാനും അതിനെ വളർത്തിക്കൊണ്ടിരുന്ന ഈ കോട്ടയത്തിനടുത്ത് ഒരു ഷേർലി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു, നമുക്ക് കൊടുപ്പിക്കാൻ സാധിച്ചു. പല ആളുകളും അതെ. അങ്ങനെ ഇതിനെ വളർത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് മറ്റാളുകളെ ഇപ്പം ഈ നാടിന് വലിയ പ്രിയം ഏറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനെ ബുക്ക് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഷേർലിയുടെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് പേര് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ അട്ടപ്പാടി കരിയാടുകൾ, അട്ടപ്പാടി ബ്ലാക്ക് ഗോഡ്സ്, അതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഈ 3-4 സ്പീഷീസുകൾ വളരെ നല്ല രീതിയിൽ വംശനാശ ഭീഷണി. സമയം തീരാറായിരിക്കുകയാണ്. എന്തായാലും സമയം പോയത് അറിഞ്ഞില്ല. വളരെ ഒരു വലിയൊരു സംരംഭത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ്. ഒരു പക്ഷേ വംശനാശം വന്ന് എന്നേക്കുമായി മൺമറഞ്ഞു പോയേക്കാവുന്ന 3-4 ജീവികളെ, പശുക്കളെയും ആടുകളെയും ഈ താറാവിനെയൊക്കെ തിരികെ കൊണ്ടുവരാൻ നമ്മുടെ സമൂഹത്തിന് വേണ്ട ഏറ്റവും വലിയൊരു സംഭാവന ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ശോശാമ്മ ഐപ്പ്. മാഡം നടത്തിക്കൊണ്ടിരിക്കുന്ന വെച്ചൂർ ട്രസ്റ്റ് അല്ലേ, കൺസർവേഷൻ ട്രസ്റ്റ്, ഇതിന് തുടർന്നും വർഷങ്ങളോളം പ്രവർത്തിക്കാനും ഇതുപോലെ കൂടുതൽ ബ്രീഡുകളെ കണ്ടെത്തി സംരക്ഷിക്കാനുമുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി. മാഡത്തിൻ്റെ അഡ്രസ്സ്, ബന്ധപ്പെടേണ്ട വിലാസം ഇനി പറയുന്നു. ഡോക്ടർ ശോശാമ്മ ഐപ്പ്, മാനേജിംഗ് ട്രസ്റ്റി, വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റ്, ഇന്ദിരാനഗർ, മണ്ണുത്തി, തൃശ്ശൂർ. ഫോൺ നമ്പർ 94 47 99 15 80. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രേക്ഷകർക്കും നന്ദി. വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെലവില്ലാ പ്രകൃതി കൃഷി പ്രചരിപ്പിക്കുന്നതിന് സംസ്ഥാനതല സംഗമം. പശുക്കുട്ടികളെ ശാസ്ത്രീയമായി വളർത്തുന്നതിന് ഗോവർദ്ധനി പദ്ധതി. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. പലേക്കർ മോഡൽ ചെലവില്ലാ പ്രകൃതി കൃഷി പ്രചരിപ്പിക്കുന്നതിന് സംസ്ഥാനതല കർഷക സംഗമം നടത്തുന്നു. തൃശൂർ മുതൽ വടക്കൻ ജില്ലകളിലെ കർഷകർ ഒക്ടോബർ 11-ന് കോഴിക്കോട് ചെറുകുട്ടി റോഡിലുള്ള ഗാന്ധി ഗൃഹത്തിലാണ് സമ്മേളിക്കേണ്ടത്. എറണാകുളം മുതൽ തെക്കൻ ജില്ലകളിലെ കർഷകർ കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ KPS മേനോൻ ഹാളിൽ ഒക്ടോബർ 22-ന് ഒത്തുചേരും. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും തെക്കൻ ജില്ലകളിലെ കർഷകർക്ക് വിളിക്കേണ്ട നമ്പർ 9995245552. വടക്കൻ ജില്ലകളിലെ കർഷകർ വിളിക്കേണ്ട നമ്പർ 9349756942. കേരളത്തിലെ മികച്ച കർഷകന് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ അവാർഡ് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് സെപ്റ്റംബർ 27-ന് വിതരണം ചെയ്യും. സെപ്റ്റംബർ 24 മുതൽ 28 വരെ കാർഷിക പ്രദർശനവും ഉണ്ടാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംരംഭകർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. സ്റ്റാളുകൾ വേണ്ടവർക്ക് സെപ്റ്റംബർ 6 വരെ ബുക്ക് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 0471-2165355. മറ്റൊരു നമ്പർ 9633348383. തിരുവനന്തപുരം ജില്ലയിലെ വിപണികളിൽ ലഭ്യമാകുന്ന പാൽ സാമ്പിളുകൾ പരിശോധിച്ച് ഗുണനിലവാരം അറിയുന്നതിന് മാഞ്ഞാലിക്കുളം ഗ്രൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ള ഓണം സ്റ്റാളിൽ ക്ഷീരവികസന വകുപ്പിന്റെ ഇൻഫർമേഷൻ സെന്ററിനെ സമീപിക്കാം. സാമ്പിളുകൾ ആഗസ്റ്റ് 31 വരെ പട്ടത്തുള്ള ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ പരിശോധനയ്ക്ക് നൽകാവുന്നതാണ്. സെപ്റ്റംബർ 1 മുതൽ 5 വരെ ഇൻഫർമേഷൻ സെന്ററിൽ രാവിലെ 9 മുതൽ 8 വരെ ഈ സൗകര്യം ലഭിക്കും. കവർ പാലാണെങ്കിൽ പൊട്ടിക്കാതെ ഒരു കവറും, കവറിൽ നിറയ്ക്കാത്ത പാലാണെങ്കിൽ കുറഞ്ഞത് 250 മില്ലി പാലും കൊണ്ടുവരണം. പരിശോധന സൗജന്യമാണ്. അത്യുൽപാദന ശേഷിയുള്ള പശുക്കുട്ടികളെ ശാസ്ത്രീയമായി വളർത്തുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന പുതിയ സഹായ പദ്ധതിയാണ് ഗോവർദ്ധനി. ഈ പദ്ധതിയിൽ സഹായം ലഭിക്കുവാൻ പശുക്കുട്ടികളുടെ ജനനം മൃഗാശുപത്രികളിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ക്രമവും പ്രായവും അനുസരിച്ച് 4 മുതൽ 6 മാസം പ്രായമുള്ള പശുക്കുട്ടികളെ പദ്ധതിയിൽ തിരഞ്ഞെടുക്കും. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ, വിരമരുന്ന്, 32 മാസത്തെ ഇൻഷുറൻസ് പരിരക്ഷ, തീറ്റയുടെ വിലയിൽ പകുതി സഹായം എന്നിവ ലഭിക്കും. ഇതോടെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.